സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണിനെ മുത്തശ്ശി സമാധാനിപ്പിക്കുകയാണ്. മുത്തശ്ശി പറയണേന് അവർ ചെയ്തതെല്ലാം നീ എണ്ണി മനസ്സിൽ കുറിച്ചിട്ടോ, എല്ലാത്തിനും നിന്നെ കൊണ്ട് എന്നെയും മുത്തശ്ശി പകരം ചോദിപ്പിച്ചിരിക്കും. അതുവരെ നീ ഒന്ന് അടങ്ങും. മുത്തശ്ശി പറഞ്ഞത് കാരണം ഇതും കൂടി ഞാൻ ക്ഷമിക്കാം. പക്ഷേ ഇനിയൊരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എങ്ങാനും ഉണ്ടായാലുണ്ടല്ലോ, ഒന്നിനും ഞാൻ പിന്നെ വെച്ചേക്കില്ല. ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇതുവരെ ഞാൻ ക്ഷമിച്ചത്. എന്നാൽ ആഗ്രഹം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ആ 4 എണ്ണത്തിനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും. അങ്ങനെ പറഞ്ഞ ദേഷ്യത്തിൽ വരുൺ അവിടെ നിന്ന് എണീറ്റ് പോകുവാണ്. പിന്നീട് റൂമിലെത്തി ടെൻഷനോട് കൂടി നിൽക്കുന്ന വരുണിനെയായിട്ട് കാണിക്കുന്നത്. ഈ സമയം രാധിക റൂമിലേക്ക് എത്തുവാണ്. എന്തുപറ്റി? എന്താ വരുൺ ഇവിടെ ഉണ്ടായത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞാനും അമ്മയും അവിടെ ഗസ്റ്റ് ഹൗസ് അടിച്ചു വരാൻ പോയതായിരുന്നു. അവർ വീണ്ടും നാണം കെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടാക്കിയോ? അന്നേരം വരുൺ പറയണേ, എടോ അത് പിന്നെ പതിവാണല്ലോ. ഇപ്പോൾ അച്ഛന് മുമ്പിൽ വെച്ച് അവരെന്നെ നാണം കെടുത്തിയത്. അങ്ങനെ ചെയ്യുമ്പോൾ അച്ഛനും കൂടിയല്ലേ നാണം കെട്ടു പോകുന്നത്. അച്ഛനത് ഒത്തിരി വിഷമമായി. അതാലോചിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം. എൻ്റെ കൺട്രോൾ വിട്ടുപോകുവാണ്. എല്ലാതെയും വല്ല വിഷവും കൊടുത്ത് കൊന്ന് ജയിലിലെങ്ങാനും പോയി കിടന്നാലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് മനസ്സമാധാനമെങ്കിലും കിട്ടുമല്ലോ. അന്നേരം രാധിക പറഞ്ഞേ, വരും എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെ ജയിലിൽ പോയി കിടന്നിട്ട് അപ്പം സമാധാനം കിട്ടുമോ? അല്ല, വരുൺ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എവിടെ പോയാലും എന്നെയും കൊണ്ടുപോകുമെന്ന്. അപ്പോൾ ജയിലിൽ പോകുമ്പോൾ അവിടെ എന്നെ കൊണ്ടുപോകും. എടോ താൻ എന്താ ഇങ്ങനെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? വരുണല്ലേ ഈ വക ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ഇരുന്നേ. എനിക്കറിയാം അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ കാരണം വരുണിൻ്റെ തലാകെ പുകഞ്ഞിരിക്കുകയാണെന്ന്. പക്ഷേ നമ്മളിപ്പോൾ സഹിച്ചല്ലേ പറ്റൂ. തൽക്കാലം നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട. വരുണിൻ്റെ കൂടെ ഇതിനും ഞാനില്ലേ കൂട്ടായിട്ട്. പിന്നെ എന്താ ടെൻഷൻ? നമുക്കിതൊക്കെ ധൈര്യത്തോടെ നേരിടാന്നേ. അവരുടെ മുമ്പിൽ നമ്മൾ തമ്മിൽ ഒരു കാരണവശാലും ആരെ കൊണ്ടും വേർപെടുത്താൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? അവരെത്ര തലകുത്തിന്ന് ശ്രമിച്ചാലും നമ്മളത് രോമതി പോലും തൊടില്ല എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? അതിന് ഇങ്ങനെ തളർന്നിരുന്നാൽ ശരിയാകുമോ? അതുകൊണ്ട് ഉഷാറാക്കിയേ. തലയിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോട്ടെ. പോ എന്നൊക്കെ പറഞ്ഞ് രാധിക വരുണിൻ്റെ തലയ്ക്ക് തട്ടിക്കൊടുക്കുവാണ്. അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുവാണ്ടോ വരുൺ. ഈ സമയം രാധിക പറയണേ, ഇപ്പോൾ ചിരിച്ചില്ലേ, അതുപോലെ എപ്പോഴും ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ രാധികയുടെ ആ വാക്കുകളൊക്കെ കേട്ട് വരുണും ഹാപ്പിയാകുവാണ്. പിന്നീട് കാണിക്കുന്നത് യശോദ ദേവന് അമ്പലത്തിലേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുവാണ്. ഈ സമയം ദേവനും റെഡിയായിട്ട് വരുമായിരിക്കും. അന്നേരമാണ് കണിമംഗലത്ത് നിന്ന് പരമേശ്വരൻ്റെ കോള് കാണുന്നത്. കണിമംഗലത്ത് നിന്ന് പരമേശ്വര സാറാണോ എന്തിനാണോ എന്തോ വിളിക്കുന്നത്. അങ്ങനെ ദേവൻ ഫോൺ എടുത്തിട്ട് യശോദയോട് പറയണേ, കണിമംഗലത്ത് നിന്നും പരമേശ്വരൻ സാറാണല്ലോ, എന്താണാവോ വിളിച്ചത്? അങ്ങനെ പറഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യുക. ഈ സമയം പരമേശ്വരൻ ചോദിക്കണേ, എന്താ തിരുമേനി സുഖമല്ലേ? കണിമംഗലത്തിന് ഇവിടെ അഭിമാനമാണല്ലോ, അതിനുള്ള കാര്യങ്ങളാണല്ലോ തിരുമേനിയുടെ അമ്മയും മക്കളും ചേർന്ന് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ മകനും എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? വരുണിൻ്റെ ജീവിതത്തിൽ മുമ്പ് നമ്മളറിയാതെയാണെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു. ആ തെറ്റ് തിരുത്താൻ നമ്മൾ 2 കുടുംബക്കാരും ഒന്നിച്ചു നിന്നല്ലേ തീരുമാനമെടുത്തത്. വരുണിൻ്റെ അധികം ആർക്കും കുറ്റം പറയാൻ പോലും തോന്നാത്ത രീതിയിൽ വളരെ നല്ലൊരു ജീവിതമാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്നത്? എല്ലാവർക്കും മുമ്പിൽ ഞങ്ങളെ സുകുമാരിയമ്മ നാണം കെടുത്തുമല്ലേ അവരോരോ ദിവസവും എണീക്കുന്നതും ചിന്തിക്കുന്നതുമല്ല എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ നാണം കെടുത്താമെന്നാണ്. വരുണിൻ്റെ കാര്യം ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോൻ എത്രയൊന്ന് കരുതിയ ഇതല്ല സഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ കണിമംഗലം കുടുംബത്തിൻ്റെ അകം മുഴുവൻ തീയിട്ടിട്ട് നിങ്ങളെ പുറത്തുനിന്ന് കാഴ്ച കണ്ട് ആസ്വദിക്കുകയല്ലേ. ഈ സമയം ദേവൻ സങ്കടത്തോട് പറയണേ, സാറേ മാപ്പ് ചോദിക്കാനല്ലാതെ എന്നെക്കൊണ്ട് വേറെ എന്തിനു പറ്റും? പൊറുക്കണം, അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഈ സമയം പരമേശ്വരൻ പറയണേ, അല്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തിരുമേനിയോട് വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. തിരുമേനിയും നിസ്സഹായനാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയുടെ പ്രവൃത്തികൾ കണ്ടു നിൽക്കാനല്ലേ കഴിയൂ. അവരെ തടയാനായിട്ട് ആർക്കും പറ്റില്ലല്ലോ. മനസ്സിലെ സങ്കടം താങ്ങാനാകാതെ വരുമ്പോൾ ആരോടെങ്കിലുമൊക്കെ അതൊന്ന് വിളിച്ച് പറയണ്ടേ? അങ്ങനെ വിളിച്ചു വന്നേയുള്ളൂ. എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, എങ്ങനെ ഇതിനൊരു പരിഹാരം എന്നൊന്നും അറിയില്ല. മനസ്സാകെ കൈവിട്ട അവസ്ഥയിലാണ്. എന്നാൽ ശരി തിരുമേനി ഇതെല്ലാം നേരെയാവാൻ പ്രാർത്ഥിക്കുന്നുണ്ടോയെന്നറിയാം. പ്രാർത്ഥന നടക്കട്ടെ. അങ്ങനെ പറഞ്ഞ പരമേശ്വരൻ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം ദേവനാണെങ്കിൽ ആകെ മനസ്സ് തകർന്ന് നിൽക്കുവാണ്ടോ. അന്നേരം യശോദ ചോദിക്കണേ, എന്ത് പറ്റി? എന്തിനാ അവർ വിളിച്ചത്? മറ്റെന്ത് കാര്യം പറയാനാണ് വിളിക്കുന്നത്? അവിടെ അമ്മയും പ്രിയങ്കയും കൂടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അറിയാലോ. അദ്ദേഹത്തെ പോലെ കുടുംബത്തിന് അത്രയധികം സ്നേഹിക്കുന്ന ഒരാൾക്ക് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണോ ആ കുടുംബത്തിൽ ഇപ്പോൾ നടക്കുന്നത്? ചങ്ക് തകർന്നാണ് വിളിച്ചത്. അങ്ങനെ പറഞ്ഞ് ദേവനും ആകെ മനസ്സ് വിഷമിച്ചിരിക്കുവാണ്. ഈ സമയം യശോദ ചോദിക്കണേ, അല്ല ദേവേട്ടൻ അമ്പലത്തിലേക്ക് പോകുന്നില്ലേ? ഇല്ല, വരുന്നില്ല എന്നിപ്പോൾ തന്നെ വിളിച്ചു പറയാം. മുടങ്ങുന്നത് ഇപ്പോൾ പതിവാണല്ലോ. മനസ്സ് ശരിയല്ല. ഈ മനസ്സോടെ അവിടെ പോയാൽ കാര്യങ്ങളൊന്നും ശരിയായി നടക്കില്ല. അങ്ങനെ പറഞ്ഞ സങ്കടത്തോടെ ഇരിക്കുവാണ്ടോ ദേവൻ. പിന്നീട് കാണിക്കുന്നത് ശ്യാമേനോട് ഭക്ഷണം കഴിക്കാൻ പറയുന്ന അമൃതനെയാണ്. ഈ സമയം ശ്യാമ പറയണേ, വേണ്ട ഏട്ടത്തി, ഇപ്പം എനിക്ക് വിശക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം, കുറച്ചിരുന്ന് കിടക്കട്ടെ. അന്നേരം അമൃത പറയണേ, ശ്യാമേ
ഇത് തന്നെ മോളും പറഞ്ഞത്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉടനെ അവൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ രാധികയെ വിളിക്കട്ടെ? അതൊന്നും വേണ്ട ഏട്ടത്തി, വിശപ്പില്ലാത്തതുകൊണ്ടല്ലേ, കുറച്ച് കഴിയട്ടെ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ കോളിംഗ് ബെൽ അടിക്കുന്ന ഒച്ച കേൾക്കുന്നത്. അന്നേരം അമൃത പറയണേ, ദേ ശ്യാമ വേഗം ചെല്ല്, വേഗം ചെന്ന് പുറത്തേക്കിട്ടിട്ട് വാ. അതെന്തിനാ? ഏട്ടത്തി ആരാണെന്ന് പോയി നോക്ക്. നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, ശ്യാമയുടെ മോള് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക, ചെല്ല്. അങ്ങനെ പറഞ്ഞ് ശ്യാമേനെ റൂമിലേക്ക് പറഞ്ഞു വിടുവാണ്. ഈ സമയം അമൃത വന്ന് വാതിൽ തുറക്കുവാണ് കേട്ടോ. രാധിക തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതാര്? രാധിക മോളോ? ഇതെന്താ കയ്യിൽ വലിയൊരു കെട്ടൊക്കെയായിട്ട്? അന്നേരം രാധിക പറയണേ, ഇവിടെ ഒരു പേഷ്യൻ്റ് ഉള്ളതല്ലേ, അപ്പോൾ വെറും കൈയോടെ വരാൻ പറ്റുമോ? ഇതേ ഫിദ മാഡത്തിന് കഴിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഭക്ഷണവും ആണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ മോളെ, ഇവിടെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അന്നേരം രാധിക പറഞ്ഞേ, ഇതേ ഫിദ മാഡത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം. മാഡോടെ മാഡത്തെ വിളിക്ക്. അങ്ങനെ പറഞ്ഞ് രാധിക അകത്തേക്ക് വരുവാണ് കേട്ടോ. ഈ സമയം അമൃത ഫിദേനെ വിളിക്കുവാണ്. അങ്ങനെ ശ്യാമയാണെങ്കിൽ പുറത്തേക്ക് അണിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. അന്നേരം രാധിക ചോദിക്കണേ, മാഡം എങ്ങനെയുണ്ട്? കയ്യിൽ വേദനയൊക്കെ കുറവുണ്ടോ? കുറവുണ്ട് മോളെ. ഈ സമയം രാധിക ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നലെ നല്ലപോലെ ഉറങ്ങിയോ, അതോ എന്നെക്കുറിച്ച് എന്തെങ്കിലും സ്വപ്നം കണ്ട് പേടിച്ചിരിക്കുമായിരുന്നോ? മോളെ, നിന്നെക്കുറിച്ചല്ലാതെ ഈ അമ്മ വേറെ ആരെക്കുറിച്ച് സ്വപ്നം കാണേണ്ടത്? ഈ സമയം രാധിക പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ കാരണമല്ലേ മേഡത്തിന് ഈ അവസ്ഥ ഉണ്ടായത്. ആ സമയത്ത് മേഡം എന്നെ വന്ന് രക്ഷിക്കണ്ടായിരുന്നു. ആ വെടിയുണ്ട എൻ്റെ നെഞ്ചിൽ തന്നെ വന്ന് കയറിയാൽ മതിയായിരുന്നു. അത് കേട്ടതും ക്ഷമ വേഗം തന്നെ രാധികയുടെ വാപത്തുവാണ്. മോളെ, വെടിയുണ്ട ഏറ്റപ്പോഴും അതിനുശേഷമുള്ള ഓപ്പറേഷനൊന്നും ഈ അമ്മക്ക് വേദനിച്ചില്ല. പക്ഷേ മോളി പറയുന്ന വാക്കുകളുണ്ടല്ലോ, അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അന്നേരം രാധിക പറയണേ, ശരി അത് വിട്ടേക്കും. ഞാൻ മാഡത്തിന് വേണ്ടി കഴിക്കാൻ വേണ്ടി ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുവാം. മേഡം ഇരിക്ക്, ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് വിളമ്പിത്തരാം. എന്നിട്ട് മേഡം ആസ്വദിച്ച് കഴിക്കുന്നത് എനിക്ക് കാണണം. അന്നേരം അമൃത പറയണേ, അയ്യോ മോളെ, അതിന് ഫിദ ഭക്ഷണമൊക്കെ കഴിച്ചതേ ഉള്ളല്ലോ, ഇപ്പോൾ കുറച്ച് മുമ്പ് കഴിച്ചതേ ഉള്ളൂ. ആണോ മാഡം? എന്നാലും സാരമില്ല, ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ, കുറച്ച് രുചിച്ചെങ്കിലും നോക്കായിരുന്നില്ലേ? അന്നേരം ശ്യാമ പറയണേ, അത് മോളെ, ഭക്ഷണം കഴിച്ച് വയറ് ഫുള്ളായിരിക്കുവാണ്, ഇനിയിപ്പോൾ ഒന്നും കഴിച്ചാൽ ഇറങ്ങില്ല. മോളിതൊക്കെ കൊണ്ടുവരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ കഴിക്കില്ലായിരുന്നു. അന്നേരം രാധിക പറയണേ, അല്ലെങ്കിലും എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, കൊണ്ടുവരുന്ന കാര്യം ഞാൻ വിളിച്ചു പറയേണ്ടതായിരുന്നു. സാരമില്ല, എന്നാണെങ്കിലും മോള് കൊണ്ടുവന്നതല്ലേ, ഉച്ചയ്ക്ക് ഇതെല്ലാം അങ്ങ് തന്നെ കഴിച്ചേക്കാം അല്ലേ ഏട്ടത്തി? പിന്നല്ലാതെ. ആ സമയം രാധിക പറയണേ, അയ്യോ രാവിലത്തേക്കുള്ള ഭക്ഷണമല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്, ഉച്ചയ്ക്ക് കഴിക്കണമെങ്കിലേ ഞാൻ വേറെ ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവരാം. അയ്യോ അതൊന്നും വേണ്ട, ഇനി അതിനായിട്ട് മോള് കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഉച്ചയ്ക്ക് ഇത് തന്നെ കഴിച്ചോളാം. എന്നാൽ ശരി മാഡം, ഞാൻ ഇറങ്ങട്ടെ. അമൃത മാഡം ഫിദ മാഡത്തൊന്ന് നോക്കിക്കോളണേ. ആയിക്കോട്ടെ, അല്ലെങ്കിലും ഞാൻ നോക്കാതിരുന്ന ഇപ്പോൾ എന്നെ വഴക്ക് പറയാനൊക്കെ ആളുണ്ടല്ലോ. എന്നാൽ ശരി. മോൾക്ക് വിഷമമായോ? എന്തിന്? ഭക്ഷണം കഴിക്കാത്തതിന് ചെറിയൊരു വിഷമമുണ്ട്, പക്ഷേ അതിൻ്റെ പേരിൽ പിണങ്ങിയിട്ടൊന്നും അല്ലട്ടോ ഞാൻ പോകുന്നത്. കളിമംഗലത്തെ എനിക്ക് ചില ജോലികളും കൂടി ബാക്കിയുണ്ട്. എന്നാൽ ശരി. ഈ സമയം ശ്യാമ പറയണേ, മോളെ, ഇതുപോലെ അവിടെ നിന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഭക്ഷണമൊന്നും കൊണ്ടുവരണ്ട കേട്ടോ. എപ്പോഴും കൊണ്ടുവരില്ല, പക്ഷേ എനിക്ക് തോന്നുന്ന ചില നേരമൊക്കെ ഞാൻ കൊണ്ടുവരും. എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞിട്ട് രാധിക അവിടെ നിന്നും പോകുവാണ്. ഈ സമയം രാധിക പോയി എന്ന് ഉറപ്പാക്കിയിട്ട് അമൃത വാതിലൊക്കെ കിടക്കുമുണ്ടോ. എന്നിട്ട് ശ്യാമയോട് പറയണേ, ശ്യാമേ, എന്താണെങ്കിലും ഭക്ഷണം ഇപ്പോൾ വേണ്ടെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ശ്യാമ കുറച്ചു നേരം കിടന്നു. ആര് പറഞ്ഞു ഭക്ഷണം വേണ്ടെന്ന്? എടുത്തേ വേഗം ഈ ഭക്ഷണമൊക്കെ ഒന്ന് വിളമ്പി വെച്ച്, എനിക്ക് നല്ല വിശപ്പുണ്ട്. അത് ശരി, ഇപ്പം അങ്ങനെയായോ? മോള് കൊണ്ടുവന്ന ഭക്ഷണം കണ്ടപ്പോഴേക്കും വിശപ്പും ദാഹമൊക്കെ എവിടെയോ ആയിരുന്നല്ലോ, ഇപ്പം അതെല്ലാം ഓടി വന്നല്ലേ? ശരി ഇരിക്കുക. അങ്ങനെ പറഞ്ഞ് അമൃത രാധിക കൊണ്ടുവന്ന ഭക്ഷണമെല്ലാം വിളമ്പിക്കൊടുക്കുവാണ്. അങ്ങനെ അതിൻ്റെ മണമൊക്കെ കേട്ടിട്ട് തന്നെ ശ്യാമക്ക് കഴിക്കാൻ തോന്നുവാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം ആർത്തിയോടെ വാരി കഴിക്കുവാണ് ശ്യാമ. മോളുണ്ടാക്കിയത് കൊണ്ട് പറയല്ലോ കേട്ടെത്തി, എന്തൊരു രുചിയാണെന്നറിയോ? ഒന്ന് കഴിച്ചു നോക്കിക്കേ എന്നും പറഞ്ഞ് അമൃതയുടെ വായിലും വെച്ച് കൊടുക്കുവാണ്. അന്നേരം അമൃത പറയണേ, അല്ലെങ്കിലും രാധികയുടെ പാചകം നമുക്കറിയാവുന്നതല്ലേ, എല്ലാത്തിനും സൂപ്പർ രുചി തന്നെയാണ്. അങ്ങനെ ശ്യാമ ആസ്വദിച്ച് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കുവാണ്. എന്നിട്ട് ഏട്ടത്തിയോട് പറയണേ, ഏട്ടത്തി ആ ഫോണൊന്നും എടുത്തേ, മോളെ ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞേക്കാം. അങ്ങനെ രാധികയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. ഫിദയുടെ കോള് കാണുന്നതും രാധിക ഫോൺ എടുക്കുക. എന്തുപറ്റി മാഡം? മോള് കൊണ്ടുവന്ന ഭക്ഷണം ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒന്നും പറയാനില്ല, അസാധ്യ രുചി തന്നെ, എല്ലാം ഗംഭീരമായിട്ടുണ്ട്. അന്നേരം രാധിക ചോദിക്കണേ, മാഡമല്ലേ പറഞ്ഞത് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിരിക്കുവാണെന്ന്, എന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് കഴിച്ചില്ല അല്ലേ? അത് പിന്നെ മോളിവിടെ നിന്ന് പോയതിന് ശേഷം എൻ്റെ മനസ്സിനൊരു സമാധാനമില്ല. മോള് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാതിരുന്നല്ലോ, അതിൻ്റെ പേരിൽ മോൾക്ക് വിഷമമായിട്ടില്ലേ എന്നൊക്കെ ഓർത്തേ എൻ്റെ വയറ്റിൽ കിടന്ന ഭക്ഷണമെല്ലാം അങ്ങ് ദഹിച്ചു പോയി. അത് കാരണം വേഗം തന്നെ ഈ ഭക്ഷണം എടുത്ത് കഴിച്ചത്. എല്ലാത്തിനും അസാധ്യ രുചിയാണ് കേട്ടോ. മോള് മനസ്സറിഞ്ഞ് അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അതിൻ്റെ ഒരു പ്രത്യേക സ്വാദ് എല്ലാത്തിനും ഉണ്ട്. ശരി, ഇനി ഞാനിതുപോലെ വേറൊരു ദിവസം കൊണ്ടുവരും. എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഭക്ഷണം കഴിപ്പിക്കും, കേട്ടല്ലോ? ആയിക്കോട്ടെ. മോള് സേഫായിട്ട് തന്നെയല്ലേ പോകുന്നത്? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ?
ഏയ് ഒരു കുഴപ്പമില്ല. എൻ്റെ ചുറ്റും സംശയമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ടാണ് ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. അന്നേരം രാധികയോട് പറഞ്ഞേ, മോളെ തമാശ കളിക്കല്ലേ, ഇതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമല്ലേ, മേഡം ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. എന്നാൽ ശരി. അങ്ങനെ പറഞ്ഞ് രാധിക ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് ഹോളിലിരുന്ന് പ്രിയങ്കക്ക് കഴിക്കാനായിട്ട് പച്ചമാങ്ങയൊക്കെ മുറിക്കുന്ന മുത്തശ്ശീനെയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക അതിലൊരെണ്ണെടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി കൈക്കിട്ട് റെഡി കൊടുക്കണേ. ആർത്തി കാണിക്കാതിരി, ഇതുകൊണ്ട് നമുക്കൊരു സൂത്രപ്പിക്കാനുള്ളതാണ്. ഈ സമയം ഈ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന കൽപ്പനനെ മുറുവശിനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് വരുണും മുത്തശ്ശിയൊക്കെ ഹോളി വന്നിരിക്കുന്നതാണ്. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ വരുണിനോട് തന്നെ ആ മാങ്ങ എടുത്ത് വായിൽ വെച്ച് തരാൻ പറയുവാണ് കേട്ടോ. അന്നേരം രണ്ടുപേർക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജയഭാരതിയമ്മയും വരുണും കൂടി ഒരു സൂത്രം ഒപ്പിക്കുവാണ്. ഇനിയിപ്പോൾ ഞാൻ വാരി കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇവളിനി കഴിക്കാതെ ഒന്നിരിക്കണ്ട. അങ്ങനെ പറഞ്ഞ വരുൺ ആ പച്ചമാങ്ങ എടുത്ത് പ്രിയങ്കയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. അതുകൊണ്ട് സുകുമാരിക്കും കൽപ്പന പൂർവശിക്കൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. അതുകൊണ്ട് സുകുമാരി വരുണിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുവാണ്. ഇങ്ങനെയാവണം സ്നേഹമുള്ള ഭർത്താക്കന്മാരായാലും. ഈ സമയം അവരുടെ ആരുടെ ശ്രദ്ധയപ്പെടാതെ മുത്തശ്ശി കൊടുത്ത പച്ചമുളക് ഉണ്ടല്ലോ, അത് മാങ്ങേൻ്റെ കൂട്ടത്തിൽ വെച്ച് പ്രിയങ്കയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ അതിൻ്റെ എരിവിൽ തലമൊത്തം പുകഞ്ഞ് ആകെ അങ്ങ് അലറി വിളിച്ച് ബഹളം വെക്കുവാണ് കേട്ടോ പ്രിയങ്ക. അങ്ങനെ പ്രിയങ്കയ്ക്ക് പണി കൊടുത്ത സന്തോഷത്തിൽ അത് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് വരുണും ജയഭാരതി അമ്മയൊക്കെ. പിന്നീട് കാണിക്കുന്നത് അജിത്തും ഗൗതവും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം അജിത്ത് പറയണേണ്, ഒരു ദിവസം യൂണിഫോം ഒന്ന് തിരിച്ചിടണം. സർവീസിൽ റീ എൻട്രി നടത്തുന്നതല്ല എൻ്റെ സന്തോഷം. അവനെ ഒന്ന് കാണണം, ആ വരുണിനെ. അവൻ നാട്ടുകാർക്ക് മുമ്പിൽ എന്നെ തല്ലിത്തച്ചു. അവനങ്ങ് വലിയ ഹീറോ ആയി. അതിന് പകരം എനിക്ക് വീട്ടിലേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്